പൊന്ന് പെണ്ണേ, നിന്റെ അടുത്ത് ഞാൻ എന്തിനാണ് പറഞ്ഞത്? അവിടെ വന്ന് നിൽക്കൂ. അവിടെ എന്ന് പറഞ്ഞാൽ എവിടെ? ആ അവിടെ. നീ പോയി നിന്ന് അപ്പുറത്തല്ലേ, അതുകൊണ്ടാണോ കാണാഞ്ഞേ? നിന്റെ അടുത്ത് ഉടക്കാമെന്ന് എനിക്ക് വയ്യ, നീ ഒന്ന് വെച്ചിട്ട് പോയേ. ശരി, ഏത് സമയത്താണോ? ഒന്നുമില്ല. നീ എന്തിനാ മാവന്റെ ഒട്ടി നീക്കണേ? ചുമ്മാ. എന്തിനാ ഒറ്റയ്ക്ക് പരിപാടി? ഒറ്റയ്ക്ക് ഒരു പരിപാടിയില്ല. സ്നേഹം കാണിച്ചാടാ, ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി. എന്താണ് വല്ലാത്ത സ്നേഹം? ഓ, മുട്ടായി വല്ലതും വേണമായിരിക്കും. എന്റെ പൊന്നു മക്കളെ, നീ പതപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കയ്യിൽ 5 പൈസ ഇല്ല. ആപ്പടെ 200 രൂപ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫ്ലഷ് അടിച്ചിട്ട് വരികയാണ്. അതൊന്നും അല്ല ഏട്ടാ. പിന്നെന്തരീ? എനിക്ക് ഒന്നും വേണ്ട. டேய் கேசு, நீ இங்க இருக்கியா? நான் உன்னைத்தான் தேடி வந்தேன். எனக்கு ஒரு ஹெல்ப் செய்வியா? എന്തൊരു ഹെൽപ്പ്? ചേട്ടാ, ഇത് കഷ്ടമായല്ലോ. ഒരുത്തിന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോ തന്നെ പണി തരണണ്ടാ. എന്തിനാണ്? இல்லடா, எனக்கு கொஞ்சம் பொருள் எல்லாம் வேணும். நான் லிஸ்ட் பொருளுடா, நான் லிஸ்ட் குடுக்கறேன். எனக்கு இப்ப போக முடியாது. நீ போய் வாங்கிட்டு வரியா? കളിക്കണ ഇത്? ഞാൻ നേരത്തെ ഇറങ്ങിയപ്പോ പറഞ്ഞത് എന്റെ അടുത്ത്. அப்ப எனக்கு ஞாபகம் இல்ல, இப்பதான் ஞாபகம் வந்தது. എന്നാ എനിക്ക് ഇപ്പൊ പോവാൻ വയ്യ. இப்ப போக வேண்டாம், 1 மணி நேரம் கழிச்சு போனா போதும். ആ ശരി, എന്നാ 1 മണി നേരം കഴിച്ചു പോവാ. പോരെ? ഡേയ് പാറുവേ, കുറെ നേരം ആയല്ലോ അല്ലേ എന്റെ മൂട്ടി നിക്കാൻ തുടങ്ങിയിട്ട്. ആ, എന്നാ മര്യാദക്കകത്തേറിപ്പോ. பாரு, நீ என்ன இங்க செய்யற? ഒന്നുമില്ല ആന്റി. அப்படின்னா உள்ளவா. ആന്റി പൊക്കോ, ഞാൻ വന്നോളാം. என்ன பாரு, வாமா. ആന്റിയെ പൊക്കോ, ഞാൻ വന്നോളാം. ആന്റി പോയി എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കും. உனக்கு பிடிச்சதானே? உண்டாக்கி வைக்கிறேன், சீக்கிரம் வா. എന്താണ് പരിപാടി? ഒന്നുമില്ലയാ. ഇങ്ങോട്ട് വന്നേ. എന്താ എന്താ ചക്കര അവിടെ പരിപാടി? ഒന്നുമില്ല. ഒന്നുമില്ലാതോ? സത്യം പറ. സത്യം. ഞാൻ കൊറേ നേരമായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടല്ലോ മാവൻചൂട്ടിന്റെ അവിടെ. എന്തായിരുന്നു? പറ 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 പറ. കല്ല് അവിടെ കുഴിപ്പളത്തല്ലേ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്ന? പറ, ഏത് കളി? അതൊരു കളി. പറ, ഏത് കളി? അതൊരു കളിയാളിയാ. എന്നാലേ അധികം നേരം അവിടെ നിക്കണ്ട കേട്ടോ. എന്തല്ലയാ? ഒന്നുമില്ലടാ പാറൂസേ, കൊറേ നേരമായിട്ട് മാവൻചൂട്ടിന്റെ അവിടെ നിക്കുവായിരുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചതാ. ഞാനും അവിടെ താത്തേറി പോവാൻ പറഞ്ഞായിരുന്നല്ലേ. എന്റെ പൊന്നളിയാ, ആ കട്ടക്കകത്തുനിന്നേ ഇടകി ഞാൻ കണ്ടേണ്. പാമ്പിനെയോ? പാമ്പിനെ? പാറൂസേ, ഇനി അവിടെ പോയി നിക്കണ്ട കേട്ടോ. അകത്തോട്ട് വെക്കൂ. അളിയാ, നിങ്ങൾ ചെന്നോ? ഞങ്ങൾ ചെന്നോളാ. ബാ കുരിപ്പ് അങ്ങോട്ടോ അകത്തോട്ട്. പാറൂസ് ഒരു കാര്യം ചെയ്യും, അകത്ത് വന്നിരുന്നിട്ട് എനിക്ക് ഒരു പടം വരച്ചതാ എന്റെ. അളിയാ, അളിയനെ ഞാൻ പിന്നെ വരച്ചുതരാം. പിന്നെ വരച്ചു തന്നാ പറ്റത്തില്ല. ഇപ്പൊ തന്നെ എന്റെ ചക്കര എനിക്ക് വരച്ചു തരണം. ഞാനേ പേപ്പറും പെൻസിലും കളർ പെൻസിലും ഒക്കെ വാങ്ങിച്ചു തരാം. ഞാൻ പിന്നെ വരച്ചു തരാം. എടാ വാടാ ചക്കര, വാ വാ. ചക്കരയല്ലേ, വാ വാന്ന്. നിങ്ങൾ നടക്ക്, ഞാൻ വരാം. ഓക്കെ. ഇല്ല, അമ്മച്ചി വന്നേക്കണ്. അമ്മള് നടക്ക്, അവള് വരും. അളിയാ, അളിയന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. ക്ലോസ് ഫ്രണ്ട് ഒന്നും അല്ല, പക്ഷെ എന്റെ ഒരു നല്ല ഫ്രണ്ടാണ്. ഞങ്ങളെ ഇത് അവന്റെ ഫ്ലാറ്റിൽ പോയപ്പോ ഒരുമിച്ചെടുത്ത ഫോട്ടോയാ. കൊള്ളാം അല്ലേ? അടുത്തത് കാണിച്ചു തരാം. ഇതെങ്ങനെയുണ്ട് ഈ സ്ഥലം? ഇത് എവിടെ പോയപ്പോ എടുത്ത ഫോട്ടോയാ? ഇതാണ് ഫുജൈറ. UAE-ലെ 7 എമിറേറ്റ്സിൽ ഒരെണ്ണം. അടിപൊളി സ്ഥലം കേട്ടോ. ടൂറിസ്റ്റ് സ്പോട്ടാ, ഒരുപാട് റിസോർട്ട് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട് അവിടെ. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോയാലോ? എങ്ങോട്ട് പോയാലോ? ഫുജൈറയിലോട്ട്. ഫുജൈറയിലോട്ടാ? അങ്ങോട്ട് പോവാനേ കൊറേ കാശാവും. അതിനുള്ള ചിക്ലി ആര് തരും? ഇവിടെ ഇരിക്കുവല്ലേ അളിയൻ. ആ ഇരിക്കുന്ന മനുഷ്യന്റെ 5 പൈസ ഇല്ല, ഞാൻ കൊടുത്തിട്ട് വേണം. ആണോ അളിയ?
എന്നാ പിന്നെ നമ്മൾ ഈ കുടുംബം വെച്ചിട്ട് അവിടെ പോകും. കുടുംബം വെച്ചിട്ടാ? അയ്യേട്ടേ, അപ്പൊ മാഡത്തിന് കുടുംബം വെച്ചിട്ട് തന്നെ വേണം കറങ്ങാൻ പോവാനല്ലേ? ചേച്ചിയെ പോലെ കുടുംബം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ലോകം കാണണ്ടേ? ആ അത് പാറൂസ് പറഞ്ഞത് കറക്റ്റാ കേട്ടോ, കറക്റ്റാ. പാറുവേ, അമ്മൂമ്മ പറഞ്ഞിട്ടില്ലേ കട്ടിലല്ല ഇങ്ങനെ തുണി കൊണ്ടൊന്ന് വാരിയിടരുതെന്ന്? അമ്മൂമ്മേ, ഇന്ന് ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. ഓ, എന്ത് തിരക്കാണാവോ? ഈ വീട്ടിലെ ജോലി മൊത്തം ചെയ്തത് അവളല്ലേ. രാവിലെ എണീറ്റ് അടുക്കളയിൽ കയറി ചോറുണ്ടാക്കി, അടിച്ചു വാരി, പെര തുടച്ച്, പിന്നെ ഫുൾ തൂത്തുവാരി, ഉമ്മറടിച്ചിട്ട് എന്തൊക്കെ പണിയാ കൊച്ചു ചെയ്തേ. ചേച്ചിനെ കളിയാക്കല്ലേ? ഞാൻ ഇന്ന് കുറച്ച് പരിപാടിയിലായിരുന്നു. അല്ലെങ്കിൽ ഞാനിങ്ങനെ വലിച്ചു വരിടുവോ? ഇല്ല. സിദ്ധുവേ, അടുത്ത തവണ നീ വരുമ്പോഴേ നമ്മള് മേടിച്ച ആ പറമ്പിലുണ്ടല്ലോ ഒരു വലിയ വീടൊക്കെ കെട്ടി അങ്ങോട്ടേക്ക് താമസം മാറണം. ഈ മെനകെട്ട വീട്ടില് കുറെ ആൾക്കാരുടെ കൂടെ ജീവിച്ച് മടുത്ത്. അപ്പൊ ഞാനും അങ്ങോട്ട് വരുവേ. എന്റെ പൊന്നെ, നിന്റെയൊക്കെ ശല്യം കാരണമാണ് ഞങ്ങൾ ഇവിടെ വീട് മാറി താമസിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങോട്ട് വന്ന് ശരിപ്പെടുത്തൂന്നാ? സിദ്ധു അളിയാ, അങ്ങനൊന്നും ഇല്ലടാ, അങ്ങനൊന്നും. എന്റെ പൊന്നു മക്കളെ, ചേച്ചി ഇതൊക്കെ ചുമ്മാ തമാശക്ക് വലിയ കാര്യമുള്ള കേസൊന്നുമല്ല. ചേച്ചിക്ക് രാവിലെ എണീറ്റ് നമ്മളെയൊക്കെ 10 പള്ളൊക്കെ വിളിച്ച് 2 അടിയൊക്കെ ഉണ്ടാക്കിയാലേ രാത്രി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അത് കേശുമോൻ പറഞ്ഞത് സത്യം. അയ്യ, കേശുമോൻ പറഞ്ഞത് സത്യം. അല്ലെങ്കിൽ ഈയിടെ അമ്മൂമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും എന്നെ കളിയാക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ തന്നെയാണ് പാറു. അതെന്ത്? അത് നേരെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. മിക്കവാറും മാവൻ ചോട്ടിലോട്ടായിരിക്കും. അളിയാ, മാവിൻ ചോട്ടിന്റെ അവിടെ കുറെ നേരമായിട്ട് പാറോസ് നിന്ന് കറങ്ങുന്നത് ഞാനും ശ്രദ്ധിച്ചതാ. അവിടെ എന്തോ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുന്നുണ്ട് കേട്ടാ. മാവിന്റെ മൂട്ടിൽ ഒറ്റയ്ക്ക് പോവരുതെന്ന് എത്ര പറഞ്ഞാലും ആ കൊച്ചു കേൾക്കത്തില്ല. 2 പെട കൊടുക്കാൻ പാടില്ലേ? പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. എന്റെ പൊന്നളിയാ, ഞാൻ നേരത്തെ തമാശക്കൊന്നും പറഞ്ഞല്ലേ, അവിടെ പാമ്പും പോയതരൊക്കെ ഉള്ളതാണ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി നോക്കാം. നമ്മൾ സൗണ്ട് ഉണ്ടാക്കണ്ട, നൈസില് പമ്മി പമ്മി പോവാം. കാരണം നേരത്തെ ഞാൻ അവളോട് എന്തിനു മക്കളെ അവിടെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്തൊക്കെ ഉടായ്പ കാണിച്ച് തത്തി ഇങ്ങ് വന്ന്. അതുകൊണ്ട് അവൾ അറിയാതെ നൈസിൽ ചെന്നാലേ പൊക്കാൻ പറ്റൂ. സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ. അറിവില്ല പൈതങ്ങളെ കാത്തുരക്ഷിക്കണേ സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണ. എന്താണ് പരിപാടി? ഒന്നുമില്ല ചേച്ചി. എന്തോന്നാ മക്കളെ ഇത്? ഇതോ? ഇത് എന്റെ ശബരിമല. ശബരിമലയോ? ആരും എന്നെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാത്തോണ്ട് എന്റെ അയ്യപ്പ സ്വാമിയെ ഞാൻ ഇവിടെ വെച്ചു. സൂപ്പറായിട്ടുണ്ടല്ലോടാ. ഇതെന്താ കല്ലൊക്കെ അടിക്കുക ചെയ്യണേ? ഇതോ? ഇത് 18-ാം പടി. കേശോട്ടാ, അമ്മൂമ്മ, ലച്ചേച്ചി, സിദ്ധോളിയ, എനിക്ക് ശബരിമല പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ കൊണ്ടുപോവോ? പാറൂസിനെ ഉറപ്പായിട്ടും കൊണ്ടുപോവേ. നമ്മൾ ഒരുമിച്ച് മാലയൊക്കെ ഇട്ട് ശബരിമലയിൽ പോയി അയ്യപ്പ സ്വാമിനെ കാണും. അളിയാ, അപ്പൊ എങ്ങനാ പാറു രായുധം പറഞ്ഞ പിന്നെ സാധിച്ചോട് കയറിക്കാൻ പറ്റൂലയാ? നമുക്ക് പോയിട്ട് വന്നേക്കാ. സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണയ്യപ്പോ. നീലക്കാടിനു മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനേ നീ എന്നയ്യനയ്യപ്പൻ. പഴമൊഴികൾ ചൊല്ലിയ കഥയിലെ ഹരിഹരനു നൽകിയ സുകൃതമേ സ്വാമി. സ്വാമി
നിറയപ്പോ സ്വാമിയേ നിറയപ്പോ സ്വാമിയേ നിറയപ്പോ സ്വാമിയേ നിറയപ്പോ സ്വാമിയേ നിറയപ്പോ சாமியே சரணமையப்போ சாமியே சரணமையப்போ சாமியே சரணமையப்போ சாமியே சரணமையப்போ சாமியே കാണാനേ ആ നമ്മളോട് വിളിക്കണ്ടേ சரணமையப்பா ശരണയ്യപ്പ നമ്മളോട് നമുക്കൂടെ വിളിക്കാനുള്ളൊരു ഗ്യാപ്പ് വരണ്ടേ കനാന്റെ ഒരു കാര്യം. ആഹാ സ്വാമിമാരും മാളികപ്പുറമൊക്കെ എത്തിയോ? നന്നായി മക്കളെ, നന്നായി. ഇനി എന്നും ഞങ്ങൾ രാവിലെ വൈകിട്ട് അമ്പലത്തിൽ ഇനി 18-ാം പടി ചവിട്ടി അയ്യപ്പ സ്വാമിയുടെ ദർശനം കിട്ടിയിട്ടേ ഞങ്ങൾ ഈ കറുത്ത വസ്ത്രം മാറ്റത്തുള്ളൂ, അല്ലേ പാറൂസേ? ആ കിഷോടെ ഇതൊന്നും അടിച്ചേ. അമ്മമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഇല്ലേ കുഞ്ഞിന്റെ കൂടെ? സാറേ എന്നാ പിടി അമ്മമ്മോ. മക്കള് പോയി ദർശനവും കിട്ടി നല്ല അനുഗ്രഹവും മേടിച്ചോണ്ട് വായോ. ഉമ്മ എല്ലാ അനുഗ്രഹവും ഉണ്ടല്ലോ, എല്ലാം നന്നായി വരും മക്കളെ. സ്വാമി ശരണം. സ്വാമി ശരണം. അല്ല സ്വാമിമാര് ശബരിമലയ്ക്ക് എങ്ങനെ പോകാനാ പ്ലാൻ? ഞങ്ങള് വണ്ടി വിളിച്ച് പോകാനാ പ്ലാൻ ചെയ്തേക്കുന്നേ, അല്ലേ കേശ് സ്വാമി? യെസ് സിദ്ധുസ്വാമി, ഓ ഇപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാ KSRTCക്ക് സീറ്റ് കിട്ടും. സത്യം പറഞ്ഞ ഭക്തരുടെ കൂടെ ശരണവും വിളിച്ച് ട്രാൻസ്പോർട്ടിൽ പോകുന്നതാണ് അതിന്റെ ഒരു സുഖം. പണ്ടൊക്കെ എല്ലാരും നടന്നാ പൊക്കോണ്ടിരുന്നത്, ഇപ്പഴാ ബസ്സിനൊക്കെ കയറി എല്ലാരും പോകുന്നത്. അതെ ലജേജി, നാളെ രാവിലെ നമ്മള് നിർമ്മല്യം തോയാൻ വേണ്ടി അയ്യപ്പന്റെ അമ്പലത്തിൽ പോകും കേട്ടോ. ആ മാളികപ്പുറം എണീക്കോ രാവിലെ? ഞാൻ ഇനി തൊട്ട് മാളെ പുറമല്ലേ, അതുകൊണ്ട് ഞാൻ രാവിലെ എണ്ണി. കണ്ടാ മതി. ലജേജി, എന്തായാലും ഈ പ്രാവശ്യം കന്നിസ്വാമി ഇല്ലാത്തോണ്ടേ കഞ്ഞി വീത്ത് നടന്നുണ്ടല്ലോ അല്ലേ? ചേച്ചി ഞങ്ങള് വരുന്നവരേക്ക് ഒരാളെ കണ്ട്. ആരെ? നമ്മുടെ ഭാസ്യങ്ങള് അങ്കളെ നമ്മളെ കണ്ടിട്ട് ഒരേ പരാതി. എടാ നീയൊക്കെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് മാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ, എന്നെ കൊണ്ടുപോകുന്നില്ലേ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അവന്റെ പറച്ചിലേ ഉള്ളൂ, അവനെ കൊണ്ട് വ്രതം നോക്കാനൊന്നും പറ്റത്തില്ല. പണ്ട് ഇവിടുന്ന് ശബരിമല പോകുന്ന സമയത്തെ അവനെ ആവുന്ന വിളിച്ചതാ, അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എന്നെ കൊണ്ടങ്ങും പറ്റത്തില്ലെന്ന്. சித்துசாமி நீங்க எப்போ லாஸ்டா சபரிமலை போனீங்க? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 8-ാം ക്ലാസ്. അത് കഴിഞ്ഞപ്പോ സ്വാമിനെ നേരെ ഗൾഫിലേക്ക് തട്ടിയല്ലോ. ലച്ചൂസേ അധികം കോമഡി വേണ്ട കേട്ടോ, സ്വാമിമാരാണേ. മോനെ, മണ്ഡലകാലം ആയതുകൊണ്ട് കെട്ട് നിറയ്ക്കാൻ ഗുരുസ്വാമിമാരെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നേരത്തെ കാലത്തെയൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ വെച്ചേക്കണം. മുമ്മ എല്ലാം മുൻകൂട്ടി കാണുന്ന എന്റെ അയ്യപ്പ സ്വാമി എല്ലാം നടത്തി. உங்களுக்கு நல்ல சுடு சுடா இட்லி சாம்பாரும் ரெடி பண்ணி வச்சிருக்கேன், நீங்க வந்து சாப்பிடுங்க ஆறறதுக்கு முன்னாடி. ആന്റി എനിക്ക് നല്ല വിശപ്പുണ്ട്. പാറുവേ വേണ്ട, മല കയറാനുള്ളതാണ്, ഒരു മിതത്തിലൊക്കെ വേണം. ചേട്ടനും മിതത്തിലൊക്കെ വേണം. ഏയ് ഞാൻ മാളെ പുറമാണ്. എന്നാലും വാ സ്വാമിമാര് വാ, കേറ്. வாங்க. സ്വാമിയേ ശരണയ്യപ്പ. ശരണയ്യപ്പ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമെങ്ങൾ കേകിടേണം ശരണമയ്യപ്പ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമെങ്ങൾ കേകിടേണം ശരണമയ്യപ്പ. സാധുരക്ഷ ചെയ്തിടുന്ന ഹരിഹര സുനോ ശബരികേശ്വര സ്വാമി. സ്വാമി ആ കേശ് സ്വാമി. ഓ ഇതാണ് സ്വാമി പാട്ടൊക്കെ കേട്ടിരിക്കണ. എടാ ഞാൻ പറഞ്ഞില്ലേ, പണ്ടങ്ങാണ്ടാണ് ഞാൻ ഈ ശബരിമലയ്ക്ക് പോയതേ. അപ്പൊ ഈ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരുന്നു വരാം. ആ സ്വാമി, പിന്നെ നമുക്ക് കെട്ടിറക്കാനുള്ള സാധനമൊക്കെ മേടിക്കണ്ടേ? പിന്നെ മേടിക്കണം. കഴിക്കുന്നില്ല ഇപ്പൊ, കുറച്ചായിട്ട് കഴിക്കാടാ, വിശപ്പില്ല. സ്വാമി നമ്മള് കഴിച്ചിട്ട് വേണം അവർക്കൂടെ കഴിക്കാൻ. അങ്ങനെ നമുക്ക് കഴിക്കാം. ലച്ചേച്ചേ, എന്താ സ്വാമി? ഒന്നുമില്ല, ഒരു കാര്യം പറയാൻ വിളിച്ചായിരുന്നു. ആ ഞാനൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നതന്നേ ഉച്ചയ്ക്ക് സദ്യയും രാത്രി ഇഡ്ഡലി സാമ്പാറും മതിയോന്നാണ് കനകാന്റി ചോദിച്ചത്. പോരാ സ്വാമി. ചേച്ചി സംഭവമൊക്കെ ഓക്കെ, എനിക്ക് അവർ രണ്ടുപേരുടെ കാര്യത്തിലും നല്ല വിശ്വാസമുണ്ട്, പക്ഷെ ചേച്ചിയുടെ കാര്യത്തിൽ അത്ര വിശ്വാസം പോരാ. അടുക്കളയിൽ കയറുമ്പോ കുളിച്ചിട്ടൊക്കെ കയറണേ. സ്വാമിയേ കൂടുതൽ മനുഷ്യനെ കളിയാക്കല്ല കേട്ടാ. ആ കേശ് സ്വാമി, ഓ നമുക്കേ വൈകിട്ട് അമ്പലത്തിൽ ഭജനയ്ക്ക് പോകണ്ട കേട്ടോ, പിന്നെ മറക്കല്ലേ. ഇല്ല സ്വാമി.
പിന്നെ സ്വാമി ഉം. വൈകിട്ടത്തേന് നമുക്ക് കഞ്ഞിയും പയറും പോരെ? ആ ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് ആയേനെ. പപ്പടം കൂടെ പൊരിക്കലാം. ചേച്ചി പിന്നെ ഓവറാക്കിയാണെന്ന് വിചാരിക്കരുത്. വൈകിട്ടത്തേന് വീട് മൊത്തം തുടച്ച് വൃത്തിയാക്കിട്ടെ കേട്ടാ. അതല്ലെങ്കിലും ഒന്നുകൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം മോനെ. ലജുസേ പിന്നെ വൈകിട്ട് വിളക്ക് കത്തിക്കാൻ മറക്കരുത്. മറക്കാതിരിക്കാൻ പറഞ്ഞേ ഉള്ളൂ. ആയിക്കോട്ടെ. ചേച്ചി പിന്നെ നമ്മളൊരു 5 മണിയാകുമ്പോഴത്തേന് അമ്പലത്തിൽ പോകും കേട്ടാ. അപ്പൊ ഇപ്പൊ എന്തായാലും ഫുഡ് എടുക്കുക. പിന്നെ ഫുഡ് എടുക്കുമ്പോ പ്ലേറ്റ് ഒക്കെ വൃത്തിക്ക് കൈ കിട്ടുകൊണ്ട് എടുക്കും കേട്ടാ. കേശുസ്വാമി, സിദ്ധുസ്വാമി, ഓർമ്മ വെച്ച കാലം തൊട്ടേ ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ശബരിമലയ്ക്കൊക്കെ പോയത് ഞാൻ കണ്ടിട്ടുള്ളതാ. അല്ല അമ്മൂമ്മ? അതെ. പിന്നെ കൊച്ചിയിലെ ഞാനും കുറെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളും രീതികളൊക്കെ എനിക്കറിയാം. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലേ സ്വാമി? പിന്നെ ഈ വ്രതം എടുത്ത് മലയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ മനസ്സിനും വീടിനും പിന്നെ ശരീരത്തിനും ഒക്കെ ഒരു റിഫ്രഷ്മെന്റ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ആഹാ, മാളയപ്പുറത്ത് ഇടപെട്ട് പറഞ്ഞ ഞാൻ പുറത്തുണ്ടായിരുന്നു സ്വാമി. അടുത്ത കൊല്ലേ എനിക്കും നിങ്ങളുടെ കൂടെ ശബരിമല വരണം. അമ്മൂമ്മ പണ്ട് ശബരിമലയിൽ പോയിട്ടുണ്ടോ? ആ കൊച്ചുനാളി ഒരു തവണ പോയിട്ടുണ്ട്. ആരുടെ കൂടെ? അച്ഛനും അമ്മാവന്മാരും ഉണ്ടായിരുന്നു. അന്ന് എരുമേലി ചെന്നിട്ടാണ് ഞങ്ങൾ പോയത്. കന്നിസ്വാമിമാര് എരുമേലി ചെന്ന് പേട്ട തുള്ളിയിട്ടേ പോകാൻ പാടുള്ളൂ. അന്നൊക്കെ ആണെങ്കിൽ വഴിയെല്ലാം ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുക. ഒരുപാട് ദൂരം നടക്കാനും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ശബരിമല പോയിട്ട് വരുന്നത് വരെ അമ്മയൊക്കെ പ്രാർത്ഥനയോടെ കാത്തിരിക്കും. ഭയങ്കര ദുർഘടം പിടിച്ച വഴിയല്ലയോ. കല്ലും മുള്ളും കാലിക്കുമെത്തെ എന്ന് പറഞ്ഞിട്ടൊരു നടത്തെ അങ്ങ് നടക്കും. ഇപ്പം വഴിയൊക്കെ കുറച്ച് പുരോഗമിച്ചിട്ടില്ലേ? സ്വാമിയേ ശരണയ്യപ്പ. സ്വാമിയേ ശരണയ്യപ്പ. ചേച്ചി അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ കഴിവ് ബാക്കിൽ വിരിച്ചിട്ടുണ്ട്. അത് എടുത്തുകൊണ്ടൊന്ന് വെക്കണം. അതുപോലെ ലജുസേ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പുറത്തൊന്ന് പൂ പറിച്ചു വെച്ചുകൂടെ? ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകുമ്പോ കൊണ്ട് കൊടുക്കായിരുന്നു. സിദ്ധുസ്വാമി ചേച്ചി പൂ പറിക്കുമ്പോ പണ്ട് ഒത്തത്തില്ലേ? പെണ്ണേ ലജുസേ മാളികപ്പുറം സ്വാമിമാരെ മറക്കരുതട്ടാ. സോറി. അതെ ചേച്ചി കഴിക്കാൻ പറ്റാടോ? ஐயோ கழிக்கிறதுக்கு எல்லாமே ரெடி. கட்டன் சாயா டிஃபின் எல்லாமே செஞ்சு வச்சிருக்கோம். வந்து சாப்பிட்டா போதும். സ്വാമി എന്നാ അങ്ങോട്ട് എന്നാ പിന്നെ കഴിക്കാം. മാളയപ്പുറം മാളികപ്പുറം വന്നേ. എന്തേച്ചി? മാളികപ്പുറം ഒക്കെയാണ്. പക്ഷെ മൂത്തവരെ കളിയാക്കിയുണ്ടല്ലോ, ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് പുലി പിടിക്കും. നോക്കിക്കൂ. സ്വാമിയേ ശരണമയ്യപ്പോ. അയ്യോ ചേച്ചി. സാമിയേ ശരണമയ്യപ്പ. സാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ശരണമന്ത്രം ജപിക്കുന്നു തരളമെൻ ഹൃദയം. ശബരിഗിരിയുടെ ഹരിത നെറുകയിൽ ഉദയരവികിരണം. ദുരിത നിഴലുകളകലും അനുപമ കനക സോപാനം. സ്വാമി ദർശന സുഹൃത മലരിൽ നിറയെ മകരന്തം. അന്തരംഗവിഹാരിയല്ലേ സ്വാമി അയ്യപ്പൻ. അഖില ബാന്ധവൻ അഭയവരൻ വീരമണികണ്ഠൻ. അന്തരംഗവിഹാരിയല്ലേ സ്വാമി അയ്യപ്പൻ. അഖില ബാന്ധവൻ അഭയവരദൻ വീരമണികണ്ഠൻ. ജാതിഭേദ വിചാരമലിനത മതിയിൽ മായേണം. മാലയിട്ടവർ സ്വാമി തൻ പ്രതിരൂപമായേണം. തത്വമസിയുടെ സത്യദീപ്തിയിലുള്ള മുണരേണം. പുണ്യ
പുണ്യമലയുടെ ധ്യാന നീലിമ മനസ്സിൽ നിറയേണം. അന്തരംഗവിഹാരിയല്ലേ സ്വാമി അയ്യപ്പൻ, അഖില ബാന്ധവൻ അഭയവരദൻ വീരമണികണ്ഠൻ. അന്തരംഗവിഹാരിയല്ലേ സ്വാമി അയ്യപ്പൻ, അഖില ബാന്ധവൻ അഭയവരദൻ വീരമണികണ്ഠൻ. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാർത്ഥമോഹമതങ്ങൾ തീർക്കും ചെടികൾ തെളിയേണം. അയ്യപ്പോ വേനലിനെയും ജന്മവരു സകല മനസ്സിലും ഈ കടാക്ഷം അലിയുണർത്തേണം. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ അയ്യപ്പോ കിടക്കാച്ചി